ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഷോപ്പ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവിയലാണ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ കഷ്ണങ്ങൾ കോഴക്ക, ക്യാരറ്റ്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ചക്കക്കണ്ടൽ, പാവക്കാമുളക്, അതുപോലെ മുരിങ്ങാക്കോല്, ചേന കഷ്ണം, പിന്നെ പച്ചക്കായ്, പിന്നെ കട്ടി തൈര് വേണ്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങാക്കോൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും, ആവശ്യത്തിന് തേങ്ങ വേണേ, എല്ലാ കഷ്ണങ്ങളും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. ഒരു വിസിലടിച്ചാൽ മതി. ഒരു വിസിലടിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. മുരിങ്ങാക്കോൽ ഞാൻ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിൽ ചേർക്കുന്നത്, കാരണം മുരിങ്ങാക്കോൽ പെട്ടെന്ന് വേവുന്നതല്ലേ. അവിടെ സെപ്പറേറ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് ഇതിൽ ചേർക്കുക ചെയ്യുക. ഇത് ആവശ്യത്തിനുള്ള വെള്ളം അധികം ഒഴിക്കാൻ പറ്റില്ല, പച്ചക്കറിയാണ്, വെള്ളം ഇളകും. ഒരു വിസിൽ മതി കേട്ടോ, ഇതൊരു വിസിൽ മതി. അപ്പോൾ നമ്മൾ മുരിങ്ങാക്കോൽ ഏകദേശമായി. അതേ ഇപ്പുറം തന്നെ നമ്മളെ ബാക്കി കഷ്ണങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർക്കണം. ആ പച്ചമുളകും കൂടെ അരച്ചത് ഏകദേശം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചേർത്ത് അതേപോലെ തേങ്ങ, പിന്നെ ആ കട്ടി തൈര് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആ ചെറിയ ഉള്ളിയും പിന്നെ ഗാർലിക്കും കൂടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കരിവേപ്പില, ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കട്ടെ. ചെറുങ്ങനെ ഇതിങ്ങനെ തിളച്ച് അതിന് ശേഷം ആ പേസ്റ്റ് ആക്കിയത് കുറച്ചും കൂടെ, ആ പേസ്റ്റും കൂടെ, ആ ഉള്ളി പേസ്റ്റും കൂടെ ചേർത്ത് പച്ച വെളിച്ചെണ്ണ, മെയിനായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് ആ പച്ച വെളിച്ചെണ്ണയാണ്. ആ പച്ച വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ അവിയൽ വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മളെ അവിയൽ റെഡിയാണ്. അവിയൽ അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും അറിയുന്നത് തന്നെയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും എൻ്റെ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യാം.